ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് രാവിലെ തന്നെ നേരം വെളുത്ത് ഒന്നും പറയാനില്ല. കാരണം എനിക്ക് ഇന്ന് രാവിലെ തന്നെ പയ്യന്നൂരിലേക്ക് പോകണം. ഇന്ന് കമ്പനീൻ്റെ ഒരു ചെറിയ ആവശ്യം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ എണീച്ച് ഒരുമാതിരിയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ കാണുന്നില്ല. ഇന്നലെ രാത്രി മൊത്തം നല്ല മഴയാണ്. ഈ മഴയത്ത് ആകുമ്പം രാവിലെ നല്ല തണുപ്പായിരിക്കുമല്ലോ. അന്നേരം കിടന്നുറങ്ങാൻ കിട്ടുന്ന ഒരു സുഖമുണ്ട് എൻ്റെ സാറേ. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഞെട്ടി എണീച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുക. ഞാൻ എന്തെല്ലാം പറയുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ബോധമില്ല. ചെറിയൊരു ഉറക്കപ്പിച്ചിലാണ് ഉള്ളത്. എനിക്കിപ്പോൾ എന്തായാലും പെട്ടെന്ന് കുളിച്ച് ജപിച്ച് എല്ലാം റെഡി ആയിട്ട് വരണം. ഇതിപ്പം കണ്ടിട്ടില്ല, ഇന്നലെ ഞാൻ ഇട്ട് അതേ ഡ്രസ്സ് തന്നെ ഇന്ന് ഇട്ടിട്ടുള്ളത്. അരിപ്പെല്ലാം മാറ്റിയിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കണം. ഇന്നലെ നേരത്തെ പോകണമെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡൊന്നും ആയിട്ടില്ലെങ്കിൽ പെട്ടുപോകും. ദേവുവിനാണെങ്കിൽ പിന്നെ ഇന്നലെ രാത്രി ചെറിയ രീതിയിലൊരു ചൂടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഓക്കെ സെറ്റായി. പിന്നെ അങ്ങ് കിടന്നുറങ്ങിയാണ്. ദേവുവിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ. ചിലപ്പോൾ ഉറങ്ങുന്നതായിരിക്കും. ഉറങ്ങുന്നതാണെങ്കിൽ നമുക്കധികം ശല്യപ്പെടുത്തണ്ട, അതായിരിക്കും നല്ലത്. ഒന്ന് നോക്കട്ടെ. നമ്മളായിട്ട് വെറുതെ ശല്യം ആവണ്ടല്ലോ. ഇനി എന്തെങ്കിലും ഭക്ഷണമായോ എന്നുള്ളത് നോക്കട്ടെ. അയ്യോ, ഭക്ഷണമൊന്നും ആയിട്ടില്ലേ? ആ, ബെസ്റ്റ്. അമ്മ ഇപ്പം ചായ ആക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പം ചായ ഇപ്പം ഇപ്പം പോവാം. എനിക്ക് ചായ വേണേ. 8 മണി അങ്ങനെ ആകുമ്പോഴത്തേക്കും അങ്ങ് എത്തണം കേട്ടോ. എന്തായാലും അമ്മ ചായേൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യട്ടെ. ഞാനതിൽ മുന്നേ എൻ്റെ ചില പ്രാഥമിക കർത്തവ്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് പോവാനാവുമ്പോൾ കാണാം. ഞാൻ റെഡിയായിട്ട് വന്നിട്ട് നിങ്ങളെ കാണാമെന്നല്ലേ പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ എനിക്ക് ഈ സംഭവം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണം. കാരണം ഇന്ന് ഞാനിപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഈ പുട്ടാണ്. ഞാൻ നിങ്ങളോട് 100 വട്ടം പറഞ്ഞിട്ടില്ലേ, ഈ വീട്ടിൽ പുട്ട് മാത്രമേ എപ്പോഴും വെക്കുന്നുള്ളൂ. പുട്ട് കഴിക്കാണ്ട് ഒരു ദിവസം പോലും ഇവിടുന്ന് പോവില്ല. അമ്മാതിരി അവസ്ഥയാണ്. എന്തായാലും നമുക്ക് പുട്ട് നല്ലോണം കുഴച്ചടിക്കാം. കാരണം ഇന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. ദൂരം പോകുന്നപ്പോൾ മോർണിംഗ് തന്നെ പോകുമ്പോൾ നമ്മളൊന്നും കഴിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരുമാതിരി ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരും. കാരണം വയറ് കാലിയാക്കിയിട്ട് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. നെവർ സ്കിപ്പ് ദ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. എന്തായാലും ഞാൻ പുട്ടിന് ഇതെന്താ കറി നോക്കട്ടെ. അതായത് നല്ല ഓ മൈ ഗോഡ്, നല്ല ചൂടുണ്ട്. ഇത് നല്ല പട്ടാണിക്കടലയാണ്. അത് തന്നെ, പട്ടാണിക്കടല. ഇത് കൂട്ടിയിട്ട് നല്ല ചൂടുണ്ട് ഗൈസ്. അയ്യോ, ഇപ്പം അമ്മ അടുപ്പത്ത് നിറക്കി വെച്ചാൽ തോന്നുന്നു. നല്ല ചൂട്. എന്തായാലും ഇത് നല്ലോണം കുഴച്ചിട്ട് പൊടി. കറി അമ്മേൻ്റെ ഇത് ടോപ്പ് മോസ്റ്റ് ആണ്. പുട്ടിപ്പം എത്ര മറ്റേ പോയിട്ടുണ്ടെങ്കിലും അമ്മ കറിയിൽ പിടിക്കും. അതാണ് കുഴപ്പം. എനിക്ക് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് അരിപ്പുട്ടാണ്. അരിപ്പുട്ട് ഫാൻ ബോയ് ആയിട്ട്. അതുകൊണ്ട് എനിക്ക് അരിപ്പുട്ട് അധികം പിടിക്കൂല. പക്ഷെ എന്നാലും കറി നല്ലതാണെങ്കിൽ ഞാൻ കഴിക്കും. പിന്നെ ഏതാ ഗൈസ്, അതോ ഒരു ഗ്ലിംസ് കണ്ടില്ലേ, ഭാര്യ ദേവൂട്ടി ഇപ്പോഴാണ് എണീച്ചിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ അവളോട് കുറച്ച് നേരം കൂടി കിടന്നുറങ്ങിയിട്ടെല്ലാം പൊയ്ക്കുവന്നു. നല്ല തീരെ സുഖമില്ലാണ്ടിരിക്കുന്നതല്ലേ. പക്ഷെ ആൾ പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ പോകുമ്പോൾ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കും. അതാണ് ആളുടെ ഡ്യൂട്ടി. ഞാൻ എന്തായാലും ഗൈസ് ഇത് ഇവിടുന്ന് ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് വരാം. ദേവമ്മോയ്, രാവിലെ എണീച്ച് വരുന്നില്ല. രാവിലെ തന്നെ എണീച്ച് വന്നല്ലോ. രാവിലെ എണീച്ചില്ലല്ലോ, താമസിച്ചില്ലേ? പയ്യന്നൂര് പോണം. ഞാൻ പോന്നാന്ന്. നീ പോയാ മതി. ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പയ്യന്നൂര് പോന്ന. അവിടെ ഒരു ചിന്ന വീടുണ്ടല്ലോ. പെരിയ വീട് തന്നെ മര്യാദക്ക് ഇതാവിടില്ല. ചിന്ന വീട് ആയ കാലത്ത് നിനക്കില്ല, പിന്നെ ഇങ്ങനെയുണ്ട് നിന്റെ സൂക്കാടല്ല. രാവിലെ ഞാൻ എണീപ്പിച്ചിട്ടില്ലല്ലോ, ശല്യപ്പെടുത്തിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഗൈസ് ഞാൻ ഇടയ്ക്കിടെ ഇവളെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തും. ഉറക്കം കിട്ടുന്നത് എല്ലാവർക്കും ക്ഷീണമാണ്. ഒന്നാമത് ക്ഷീണം വരുന്നതിന്റെ മെയിൻ റീസൺ തന്നെ മഴയാണ്. മഴയും തണുപ്പും പിന്നെ ഛർദി. ഗൈസ് എന്നാൽ ഞാൻ എന്തായാലും റെഡി ആയിട്ട് വരട്ടെ. ഇനിയിപ്പം ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ വ്ളോഗ് എടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ലേറ്റ് ആയി പോകും. അവിടുന്ന് എൻ്റെ സാറ് വന്നിട്ട് എന്നെ പിക്ക് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും റെഡി ആയിട്ട് കാണാം. ഞാൻ നല്ലോണം ലേറ്റ് ആയി കേട്ടെ. ഇപ്പം എത്ര നേരത്തെ എണീച്ചാലും നമ്മൾ പോകാൻ നേരത്തെ എന്തായാലും ലേറ്റ് ആവുമെന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഓരോരോ ആവശ്യങ്ങൾ കാരണമാണ് ലേറ്റ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും പയ്യന്നൂരെല്ലാം പോയിട്ട് ഞാൻ തിരിച്ച് വരാം. വൈകുന്നേരം വരാം. ഇനി ഇവിടെ വൈകുന്നേരം കാണാൻ പറ്റും ഗൈസ്.
വൈകുന്നേരം വന്നിട്ട് ചെറിയൊരു ഷൂട്ട് പരിപാടിയുണ്ട്. മഴ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ ഇതാ മഴ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കാലാവസ്ഥ ഒരിക്കലും പ്രവചിക്കാൻ പറ്റൂല. എനിക്കിതാ ടൈമായി. നമുക്ക് പറ്റുമെങ്കിൽ അവിടെ എത്തിയിട്ട് കാണാം. സാർ എത്തിയോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞൂടാ. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ എന്തായാലും നേരത്തെ തന്നെ എത്തി കേട്ടാ. ഭയം കൊണ്ട് സാർ ഇവിടെ നേരത്തെ എത്തിയിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഓഫീസിൽ നിന്ന് വീഡിയോ എടുക്കണമെന്ന് നടക്കൂല, അവിടെ നിന്ന് അലോഡ് അല്ല അത്. ഇനി എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം അവിടെ വെച്ച് കാണാം. ഞാൻ എന്തായാലും പോയി പണിയെടുക്കട്ടെ. ബൈ ഗായ്സ്. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പം പണിയെല്ലാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ളതെന്നുള്ള അല്ലേ? അല്ല ഗായ്സ്, നമ്മൾ പോയതെല്ലാം അൺഎക്സ്പെക്റ്റഡ് വെയിലായിപ്പോയി. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല, കുറേ ലേറ്റായി. ഇപ്പോൾ ഏകദേശം 1:45 2 മണിയാവാനായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിൽ വന്നിട്ട് ചോറെല്ലാം കഴിച്ചിട്ട് പോവാന്ന്. ഞാൻ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് കഴിഞ്ഞ പാടും ഇതാ അതിശയിച്ചിട്ട് എൻ്റെ ഭാര്യ ഇത് എന്നെയും കാത്ത് നിൽക്കുന്നുണ്ട്. എന്താ ഭാര്യ? ഞം 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 എന്താ കഴിക്കാനുള്ളത്? ചോറാന്ന് കഴിക്കാനുള്ളതെന്നുള്ള എനിക്കറിയാം. മീൻ എന്താന്നാണ് സ്പെഷ്യലാ നമ്മൾ ചോദിക്കണ്ടേ? സ്പെഷ്യൽ എന്താ? ഫിഷ് ഫ്രൈ, ഫിഷ് കറി, മീനിന്റെ തോരൻ, പിന്നെ കോവക്ക, മാങ്ക, അപ്പക്ക, എല്ലാ കായും ഉണ്ട്. അങ്ങനെ ഗൈസ്, നമ്മള് ചെറുക്കന് ചോറ് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ്? ചോറ് കൊടുക്കാൻ വന്നിട്ട് എന്ന് പറയും ഇതെന്താ എനിക്ക് മറ്റേ ചോറൂണ് ചടങ്ങാണ്. എന്റെ സ്നേഹനിധിയായ ഭാര്യ എനക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ചോറും മീൻ വിഭവങ്ങളാണ് പെട്ടെന്ന് കൊണ്ടുവന്നത്. എന്റെ വിശപ്പ് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നത്. എന്തെല്ലാം വെച്ചാല് ഉണ്ടാക്കിയതാ. ചോറുണ്ട്, പിന്നെ മത്തി, മത്തിക്കറി, പിന്നെ മത്തി പൊരിച്ചത്, പിന്നെ ഇത് ഇണറെന്ന് നമ്മളെ നാട്ടിൽ പറയും. ഇനി എനക്കൊരു കണ്ണൂർ ഇതിലേക്ക് മാറ്റാൻ പറ്റൂല. മീൻ മുട്ട അത് മതി. മീനിന്റെ കുഞ്ഞുങ്ങള് അത്, പിന്നെ കോവക്ക ഉപ്പേരി, പിന്നെ ഇത് മീന് തന്നെ ഉപ്പേരിയാക്കി വെച്ചത്. 1 മണിക്ക് ആദ്യം ഫുള്ളാക്കിയല്ലേ? ഓ, നമ്മളെ കാത്തു നിൽക്കേണ്ട പരിപാടിയൊന്നും ഇല്ല. അതല്ല പ്രശ്നമില്ല ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ്ലി ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ വരാം ഗൈസ്. ഇപ്പോഴാട്ടോ വിശപ്പടങ്ങിയത്. നല്ല ഫുഡായിരുന്നു, നല്ലോണം പെട്ടെന്ന് തന്നെ വാരി തിന്ന്. ആ ഫുഡ് വരലും കംപ്ലീറ്റ് ആക്കലും ഒരുമിച്ച് തരും. ഇനി എന്നാ ഞാൻ പോട്ടാ, ഓഫീസിൽ പോട്ടാ, പോയിട്ട് വരാം. ബൈ. വൈകുന്നേരം എവിടെ പുറത്തെങ്ങാനും പോകുന്നുണ്ടോ? എവിടെ പോകും? കടൽപ്പാലം പോയാലോ? കടൽപ്പാലം പോവാം. അന്ന് നമ്മൾ അപ്പുറത്തെ സൈഡല്ലേ പോയെ, ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് പോവാം. നമുക്ക് ആകെപ്പാട് കറങ്ങാനുള്ള സ്ഥലം എന്ന് പറയുന്ന കടൽപ്പാലം, വേറെ ഒന്നും ഇവിടെ ഇല്ല. ഇത് രണ്ടും മാത്രമേ നമ്മളെ സ്പോട്ടിലുള്ളൂ. പക്ഷെ നമ്മൾ പോവും കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് ദൂരെ പോവാം. പക്ഷെ മഴയാണ് സീന്. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലൊക്കെ ആയതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് തലശ്ശേരിയിലെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലുണ്ട്. ഇതെന്ന മലയോര പ്രദേശം. ഇവിടെ സുനാമി തിരമാലകളാണ് വരുക. ഇവിടെ ചുറ്റും കടലാന്ന്. ഞാൻ എന്തായാലും ഓഫീസിൽ പോട്ടെ, അപ്പൊ പോയിട്ട് കാണാം. ഇനി വൈകുന്നേരം കാണാം ഗൈസ്. നിങ്ങളോടും ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. ബൈ ഗൈസ്. ഞാൻ അങ്ങനെ വീട്ടിലെത്തി കേട്ടാ, പണിയെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്കുള്ള കാഴ്ച കണ്ട, ഓരോരുത്തരെ കിണ്ണത്തപ്പവും കൽത്തപ്പവും മറ്റേ അപ്പവും ഇപ്പോൾ എല്ലാം തിന്നുന്നതാണ്. അനക്കൊരാൾ ചായ തരാനില്ലല്ലോ. ഒരു തുള്ളി ചായ തരുമോ? ഒരു തുള്ളി ചായ താടി നീ തരുമോ? നീ വേറെ എന്തെങ്കിലും ഉണ്ടോ തിന്നാൻ? എന്നാ അവിടെ ഉണ്ടാ? എന്നാ എടുത്തോളാം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് എനക്കൊന്ന് മുടി മുറിക്കാൻ പോകണം. മുടി മുറിക്കാൻ പോയി വന്നിട്ട് ജസ്റ്റ് നമ്മൾ രണ്ടാളും ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. എവിടെ പോവാ? എവിടെങ്കിലും പോവാം. തലശ്ശേരി ആണെങ്കിൽ തലശ്ശേരി തന്നെ പോവാം അല്ലേ? ചായ ചൂടുണ്ടോ? ഇത് നിങ്ങത്തെ കളറ് ചായ. ശരി, എന്നാ ഞാൻ എന്തായാലും എന്തെങ്കിലും തിന്നട്ടെ. ഞാൻ കഴിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും മുടി മുറിക്കാൻ പോകാം കേട്ടോ. എന്നിട്ട് തന്നെ വരും. ഞാൻ സ്ഥിരം പോകുന്ന ബയ്യ ഇന്നില്ലേനു, അതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് മുറിച്ചത്. മൂപ്പര് നമ്മൾ പണ്ടുള്ള ചങ്ങായിയാണ്. അപ്പോൾ പണ്ട് സ്കൂൾ ടൈമിലേ ഞാൻ മുറിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടില്ല. ഇപ്പം എൻ്റെ കോലം കണ്ടോ? കിടുന്ന പോലെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. മൂപ്പരെ കൊണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ച്. ഇനിയിപ്പോൾ സ്ഥിരമായിരുന്നു നമുക്കൊരു ഉത്തർപ്രദേശ് എന്നൊരു വ്യൂവറും കൂടിയായി. ദേവമ്മോയ് എങ്ങനെയുണ്ട്? ഇതെന്ത് ലൈറ്റ് ഇടാത്ത? എങ്ങനെയുണ്ട് മുടി? ഇഷ്ടായോ? നീ ഇങ്ങനെ ഇരുന്നോ? പോയി റെഡിയാവ്. ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തു പോവാം. എന്താ? എവിടെയാ പോണ്? ഞാൻ എപ്പ പറഞ്ഞേ? സൈഡ് ഇപ്പൊ ശരിയായി. ഗൈസ്, എപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം താടിക്കനുസരിച്ച് വേണം മുടി വെക്കാൻ, ഇല്ലെങ്കിൽ ഒരുമാതിരി കോമാളിനെ പോലെ ഉണ്ടാവും. ഇപ്പൊ സെറ്റായില്ലേ?
ഇനിയിപ്പോ എന്തായാലും നമ്മൾ ഞാൻ ഒന്ന് കുളിച്ചൊന്ന് സെറ്റ് ആവട്ടെ. കുളിച്ച് സെറ്റായിട്ട് പുറത്തെല്ലാം ഒന്ന് പോകണം അല്ലേ? റെഡി? നമ്മൾ രണ്ടാളും കൂടി ഇനി തലശ്ശേരിയിലേക്ക് പോകേണ്ട എല്ലാ ഒരുക്കങ്ങളും സെറ്റായി. ഞാനിതാ വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഇവളിതാ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. നമ്മളെന്താ സായാമീസ് മൊരട്ടകളാ? ആൾക്കാർ കണ്ടാ എന്താ വിചാരിക്കുക? എന്തോന്ന് ഗൈസ് ഇത്, ഞാനിത് എപ്പോഴെന്തിട്ടാലും ഇവളും അതേ ടൈപ്പ് സാധനം ഇട്ടിട്ട് വരും. അങ്ങനെയല്ല, ഇവള് ഇട്ടപ്പോ ഞാൻ അറിയാണ്ട് വൈറ്റ് എടുത്തപ്പോ ഞാനാണ് ഇവളോട് പറഞ്ഞത് ഒരു പാന്റ് നല്ലത് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിട്ട്. ഇവളാണെങ്കിൽ ബ്ലാക്ക് പാന്റ് തന്നെ എടുത്ത് കൊണ്ടുവന്നു. വേറൊന്നും ഉണങ്ങിയിട്ടില്ല, മഴയല്ലേ, ഇതിട്ടറിഞ്ഞ ഉണങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തൽക്കാലം കുഴപ്പമില്ല. നമ്മളെന്തായാലും ലേറ്റ് ആക്കുന്നില്ല. ഇനി അടുത്ത മഴക്ക് മുന്നേ നേരെ അങ്ങ് തലശ്ശേരി പിടിക്കണം. സമയം കുറെ ആയിപ്പോയി ഗൈസ്. അതിനിടയിൽ നമ്മൾ ചെറിയൊരു കണ്ടന്റ് എടുത്തില്ല കേട്ടോ. എന്നാലും വരും, നല്ല കോമഡി സാധനം. നമ്മൾ പോട്ടെ ഗൈസ്. അതിന് വല്ല കേക്കാമോ? ഗൈസ് നമ്മള് കടൽപ്പാലം എത്തി. ഇവിടുന്ന് ഇനി വെറുതെ ചില്ലടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. ഞാൻ അലിൻ ജോസ് പെരേര പറയുന്നത്. മറ്റേ സ്ഥലം തിരിച്ചാണ് ആ പാലം. ഓ ഇവർക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ ചാനൽ സത്യം പറയട്ടാ, എനിക്ക് പണ്ട് ഈ സിനിമ കാണുമ്പോ ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഈ സിനിമയോടെ. എന്ന് വെച്ചാ ഈ കടൽപ്പാലം, ഈ സ്ഥലങ്ങള് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ. എന്ന് വെച്ചാ ഞാൻ നമുക്ക് പോണം, ട്രിപ്പൊക്കെ പോണം. ആഗ്രഹം എന്താണെന്നറിയാം? ഇവിടെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹം എന്താ? അതിന്റെ എന്തിൽ പോയിട്ട് നിൽക്കാനല്ലേ? പക്ഷെ നടക്കൂല, അവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. ആരെങ്കിലൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പണിത് തരുമോ? എനിക്ക് ഈ അറ്റം പോയി നിൽക്കാൻ. ഇവളെ ഭൂസത്താണല്ലോ ഇത് പണിഞ്ഞു കൊടുക്കാൻ. ഗൈസ് അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഡെയിലി വ്ലോഗ് വരാനുള്ള ഒരു ചെറിയൊരു പ്ലാനിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മൾ ഇതെല്ലാം എൻജോയ് ചെയ്തിട്ടല്ലേ. ഇനി നമ്മൾ പിന്നെ വരാം. ഒരു സ്പെഷ്യൽ വീഡിയോ വരാനിരിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്തോ. പാക്കട്ടെ.